Back. So next video about the balance sheet, that is statement of financial position. Financial statementsകളെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. കമ്പനീസ് ആക്ട് 2013 ഷെഡ്യൂൾ 3 പ്രകാരം എങ്ങനെയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സുകളുടെ ഫോർമാറ്റ് എന്നുള്ളതിൽ പ്രിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. സോ അത് പ്രകാരം ഒരു ബാലൻസ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ബിഫോർ ദാറ്റ്, വാട്ട് ഈസ് എ ബാലൻസ് ഷീറ്റ്? Balance sheet provides a snapshot of company's financial position at a specified point in time. It detailing assets, liabilities and equity. So മൂന്ന് പ്രധാനപ്പെട്ട ആസ്പെക്ട്സുകളാണ് ഒരു കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അസറ്റ്സും ലൈബിലിറ്റീസും അതുപോലെ തന്നെ ഇക്വിറ്റി, ദാറ്റ് മീൻസ് ക്യാപിറ്റൽ. സോ എങ്ങനെയാണ് ഇതിൻ്റെ ഫോർമാറ്റ് എന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത്. സോ ഇതിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണ്? ഇതിന് 4 കോളംസ് ആണ് ഉണ്ടാവുന്നത്. ഇതിനെ നമ്മൾ വെർട്ടിക്കൽ ഫോർമാറ്റിലാണ് അറേഞ്ച് ചെയ്യുന്നത്. സാധാരണ നമ്മൾ ട്രഡീഷണൽ സ്റ്റൈലിൽ 2 കോളംനാർ ഫോർമാറ്റിലാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. അതായത് അസറ്റ് റൈറ്റ് സൈഡിലും ലൈബിലിറ്റീസ് ആൻഡ് ക്യാപിറ്റൽ ലെഫ്റ്റ് സൈഡിലും ആയിട്ടാണ് നമ്മൾ കാണിക്കാറുള്ളത്. ഇത് പക്ഷേ വെർട്ടിക്കൽ ഫോർമാറ്റിലാണ് ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, അതായത് കമ്പനീസ് ആക്ട് 2013 ഷെഡ്യൂൾ 3 പ്രകാരം ഉള്ള കമ്പനിയുടെ ഫോർമാറ്റാണ് ഈ പറയുന്നത്. സോ അതിൻ്റെ ഹെഡിങ് തന്നെ നെയിം ഓഫ് ദ കമ്പനി നമ്മൾ പറയുന്നു, ബാലൻസ് ഷീറ്റ് ആസറ്റ് ഏത് ഇയറിൽ ഏത് പീരീഡിലുള്ളതാണെന്നുള്ളത് മെൻഷൻ ചെയ്യുന്നു. അതിനുശേഷം 4 കോളംസ് ആണുള്ളത്. പെർട്ടിക്കുലർ കോളം, നോട്ട് നമ്പർ, ഫിഗേഴ്സ് at the end of the current year and figures at the end of the previous year. സോ ആദ്യത്തെ കോളം പെർട്ടിക്കുലേഴ്സ് കോളമാണ്. അതിലാണ് നമ്മൾ പ്രധാനപ്പെട്ട ഐറ്റംസ് എന്തൊക്കെയാണ് എന്നുള്ളത് മെൻഷൻ ചെയ്യുന്നത്. സോ ഇവിടെ അസറ്റ്സിനെയാണ് ആദ്യം കാണിക്കുന്നത്. അതിനുശേഷം ഇക്വിറ്റി ആൻഡ് ലൈബിലിറ്റീസ് ഹെഡിങ് കാണിക്കുന്നു. സോ അതിന് ഓരോ ഐറ്റം 1 by 1 ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ദെൻ നെക്സ്റ്റ് കോളം വരുന്നത് നോട്ട് നമ്പർ. നോട്ട് നമ്പർ എന്ന് പറയുന്നത് നമ്മൾ ഈ പർട്ടിക്കുലർ കോളത്തിൽ കാണിക്കുന്ന ഓരോ ഐറ്റവും അതിൻ്റെ ഫൈനൽ ഫിഗർ മാത്രമാണ്, അതായത് ഗ്രോസ് വാല്യൂ മാത്രമാണ് ഇവിടെ എഴുതുന്നത്. അതിൻ്റെ കാൽക്കുലേഷൻസ്, അതായത് എന്തൊക്കെ അഡീഷൻസ് ഉണ്ട്, എന്തൊക്കെയാണ് സബ്സ്ട്രാക്ഷൻസ് വരുന്നത്, അതൊന്നും നമ്മളിവിടെ കാണിക്കുന്നില്ല. ഫൈനൽ ഫിഗർ മാത്രമേ കാണിക്കുന്നുള്ളൂ. സോ ഈ കാൽക്കുലേഷൻസ് ചെയ്യുന്നത് ഇതിൻ്റെ വർക്കിംഗ് നോട്ടായിട്ടാണ്. ആ വർക്കിംഗ് നോട്ടിൻ്റെ നമ്പേഴ്സാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ അസറ്റ്സിൽ വരുന്ന ഒരു ഐറ്റം ഗുഡ്വില്ലിൻ്റെ കാൽക്കുലേഷൻസ് നമ്മൾ വർക്കിംഗ് നോട്ട് 1 ആണ് കാണിക്കുന്നതെങ്കിൽ അവിടെ കാൽക്കുലേഷൻസ് എല്ലാം നടത്തിയതിൻ്റെ ഫൈനൽ ഫിഗർ ആണ് നമ്മൾ ഇങ്ങോട്ടേക്ക് എഴുതുന്നത്. സോ ആ നോട്ട് നമ്പർ 1 എന്നുള്ളതാണ് ഗുഡ്വില്ലിന് നേരെ നമ്മൾ കാണിക്കുക. അതിന് വേണ്ടിയിട്ടാണ് നോട്ട് നമ്പർ എന്ന് പറയുന്ന കോളം. ദെൻ 2 എമൗണ്ട് കോളാണുള്ളത്. ഒന്ന് കറൻറ്റ് ഇയറിലുള്ള ഫിഗേഴ്സ് കാണിക്കാനും മറ്റൊന്ന് പ്രീവിയസ് ഇയറിലുള്ള എമൗണ്ട് കാണിക്കാനും. ഓക്കെ, സോ നമുക്ക് ഇതിൻ്റെ ഒരു ബ്രീഫ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഇവിടെ പറഞ്ഞിട്ട് ഐറ്റംസ് 1 by 1 ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ആദ്യം അസറ്റ്സുകളെ കാണിക്കുമ്പം അസറ്റ്സുകൾ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, നോൺ കറൻറ്റ് അസറ്റ്സ് ആൻഡ് കറൻറ്റ് അസറ്റ്സ്. അതിൽ നോൺ കറൻറ്റ് അസറ്റ്സിൽ 10 ഐറ്റംസ് ആണ് വരുന്നത്. ഒന്ന് പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്, ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസ്, ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി, ഗുഡ്വിൽ, other intangible assets, then intangible assets under development, biological assets other than bearer plants, financial assets, deferred tax pay assets and other non-current assets. Then അടുത്ത ഐറ്റം കറൻറ്റ് അസറ്റ്സ്. കറൻറ്റ് അസറ്റ്സിൽ വരുന്നത് ഇൻവെൻറ്ററീസ്, ഫിനാൻഷ്യൽ അസറ്റ്സിൽ തന്നെ സെർട്ടൈൻ ഐറ്റംസ് വരുന്നുണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ്, ട്രേഡ് റെസീവബിൾസ്, ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസ്, ബാങ്ക് ബാലൻസസ് എക്സെട്ര. ദെൻ നെക്സ്റ്റ് ഐറ്റം വരുന്നത് കറൻറ്റ് ടാക്സ് അസറ്റ്സ് ആൻഡ് അതർ കറൻറ്റ് അസറ്റ്സ്. ദെൻ ഇതെല്ലാം കൂടെ കൂട്ടിയാൽ നോൺ കറൻറ്റ് അസറ്റ്സും, അതായത് മോർ ദാൻ 12 മന്ത്സിലേക്കുള്ള റേറ്റ് ചെയ്യുന്ന അസറ്റ്സുകളെ നോൺ കറൻറ്റ് അസറ്റ്സ് എന്നും 12 മന്ത്സിൻ്റെ ഉള്ളിലുള്ള അസറ്റ്സിനെ കറൻറ്റ് അസറ്റ്സ് എന്നും പറയുന്നത്. ഇത് രണ്ടും കൂടെ ടോട്ടൽ ചെയ്താൽ നമുക്ക് ടോട്ടൽ അസറ്റ്സ് കിട്ടുന്നു. ദെൻ ഇക്വിറ്റി ആൻഡ് ലൈബിലിറ്റീസ്. അതിൽ ഫസ്റ്റ് വൺ ഇക്വിറ്റിയെ നമ്മൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്നും അതർ ഇക്വിറ്റി എന്ന് പറയുന്നു, റെക്കോർഡ് ചെയ്യുന്നു. ദെൻ ലൈബിലിറ്റീസിൽ വരുന്നത് നോൺ കറൻറ്റ് ലൈബിലിറ്റീസും ഉണ്ട്, കറൻറ്റ് ലൈബിലിറ്റീസും ഉണ്ട്. ഒരു വർഷത്തിൽ കൂടുതൽ വരുന്ന ലോങ് പീരീഡിലേക്കുള്ള ലൈബിലിറ്റീസാണ് നോൺ കറൻറ്റ് ലൈബിലിറ്റീസ്. അതിൽ വരുന്നത് ഫിനാൻഷ്യൽ ലൈബിലിറ്റീസ്, ദെൻ പ്രൊവിഷൻസ്, ഡെഫേർഡ് ടാക്സ് ലൈബിലിറ്റീസ്, അതർ നോൺ കറൻറ്റ് ലൈബിലിറ്റീസ്. ദെൻ കറൻറ്റ് ലൈബിലിറ്റീസിൽ വരുന്നത് 1 ഇയറിൻ്റെ ഉള്ളിൽ ഡീൽ ചെയ്യുന്ന ലൈബിലിറ്റീസ് ആണെങ്കിൽ അതും ഫിനാൻഷ്യൽ ലൈബിലിറ്റീസ് ആൻഡ് അതർ കറൻറ്റ് ലൈബിലിറ്റീസ്. സോ നമുക്ക് ഈ ഓരോ ഐറ്റംസും 1 by 1 ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഫസ്റ്റത്തെ ഐറ്റം നോക്കാം. അതിന് മുന്നേ
കോർ കമ്പണൻസ് എന്ന് പറയുന്നത് മൂന്നെണ്ണാണുള്ള അസറ്റ്, ലയബിലിറ്റീസ് ആൻഡ് ഇക്വിറ്റി. ഇതിനെ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് പറയാം. അസറ്റ്സ് എന്ന് പറയുന്നത് വാട്ട് ദ കമ്പനി ഓൺ, എന്താണ് ഒരു കമ്പനി ഓൺ ചെയ്യുന്നത്, അതിനെയാണ് അസറ്റ്സ് എന്ന് പറയുന്നത്. ആൻഡ് വാട്ട് ദ കമ്പനി ഓസ് ടു അതേഴ്സ്, അതിനെയാണ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. ഒരു കമ്പനി എന്തൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കാനുണ്ട്, ലയബിൾ ആണ്, അതിനെയാണ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. ദെൻ ഇക്വിറ്റി മീൻസ് ദ റെസിജ്വൽ വാല്യൂ ബിലോങ്ങിങ് ടു ദ ഓണേഴ്സ്, അതായത് ലയബിലിറ്റീസ് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള എന്താണ് അവർക്ക് ബാലൻസ് ഉള്ളത്, അതായത് റെസിജ്വൽ വാല്യൂ, ബാലൻസ് വാല്യൂ ബിലോങ്ങിങ് ടു ഓണേഴ്സ്, അതിനെയാണ് ഇക്വിറ്റി എന്ന് പറയുന്നത്. സോ അസറ്റ്സിൽ നമ്മൾ എന്തൊക്കെയാണ് ഒരു കമ്പനി ഓൺ ചെയ്യുന്നത് എന്നുള്ളതിന് നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, നോൺ കറന്റ് അസറ്റ്സ് ആൻഡ് കറന്റ് അസറ്റ്സ്. നോൺ കറന്റ് അസറ്റ്സ് മീൻസ് ദ ലോങ് ടേം റിസോഴ്സസ് ലൈക്ക് പ്ലാന്റ്, പ്രോപ്പർട്ടി, എക്യുപ്മെന്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്സ്. Then current assets are the short term resources including inventories, trade receivables and cash. സോ അതിൽ നോൺ കറൻറ്റ് അസറ്റ്സിന് നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത് ഓരോ ഐറ്റംസ് എന്താണെന്നുള്ളത് നോക്കാം. അതിൽ ഫസ്റ്റത്തെ ഐറ്റം പ്രോപ്പർട്ടി, പ്ലാന്റ്, എക്യുപ്മെൻറ്റ് ആൻഡ് ദീസ് ആർ ദ ടാഞ്ചിബിൾ അസറ്റ്സ് യൂസ്ഡ് ഇൻ ദ ഓപ്പറേഷൻസ്. അതായത് ഒരു കമ്പനിയുടെ ലോങ് പീരീഡിലേക്ക് യൂസ് ചെയ്യുന്ന അസറ്റ്സുകൾ, അതായത് പ്ലാന്റ്, ബിൽഡിംഗ് പോലെയുള്ള ഐറ്റംസിനെയാണ് എന്ത് പറയുന്നത്, പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് എന്നുള്ള കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത്. സോ ഈ ഐറ്റംസ് എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് ഒരു കമ്പനിക്ക് ബിൽഡിംഗ് ഉണ്ടായിരിക്കും, ലാൻഡ് ഉണ്ടായിരിക്കും, പ്ലാന്റ് ഉണ്ടായിരിക്കും, ഇതിനെല്ലാം കൂടെ നമ്മൾ കാൽക്കുലേഷൻ ചെയ്തിട്ട് നോട്ടിൽ, വർക്കിംഗ് നോട്ടിൽ കാണിച്ചിട്ട് ഫൈനൽ ഫിഗർ മാത്രമാണ് ഇവിടേക്ക് എടുത്തെഴുതുക. സോ ആ ഐറ്റത്തിനെയാണ് അതിൽ വരുന്നത്. പ്രോപ്പർട്ടി എന്നുള്ളതിൽ വരിക ലാൻഡ്, ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്, ഫർണിച്ചർ, ഫീച്ചേഴ്സ്, വെഹിക്കിൾസ്, ഓഫീസ് എക്യുപ്മെൻറ്റ്, ബെയർ പ്ലാൻസ് ആൻഡ് അതേഴ്സ്. അതുപോലെ തന്നെ അസറ്റ്സ് അണ്ടർ ലീസ്, അതിന് നമ്മളിതിൽ സെപ്പറേറ്റ് കാണിക്കും. സോ ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് അതിനെയാണ് പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്. ദെൻ നെക്സ്റ്റ് വൺ ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസ്. Capital work in progress means the expenditure incurred on acquiring or constructing tangible assets which are not yet ready for intended use. അതായത് അസറ്റ്സ് അണ്ടർ കൺസ്ട്രക്ഷൻ, അതിനെയാണ് ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയുന്നത്. ക്യാപിറ്റൽ നാച്ചുറലുള്ള വർക്ക് ഇൻ പ്രോഗ്രസ്. ഓക്കെ. ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി. ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി പറയുന്നത് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 40 എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി എന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അതായത് ലാൻഡ് ഓർ ബിൽഡിംഗ് ഓർ ബോത്ത് വിച്ച് ഈസ് ഹെൽഡ് ടു ഏൺ റെൻ്റൽ ഓർ ക്യാപിറ്റൽ അപ്രീസിയേഷൻ ഓർ ബോത്ത്. അതായത് ഒരു കമ്പനിയുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന്, ഒരു കമ്പനിയുടെ ബിൽഡിംഗ് അല്ലെങ്കിൽ ലാൻഡ്, അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും റവന്യൂ ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് റിലേറ്റഡ് ടു ബിസിനസ്, അതല്ലാതെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടല്ലാതെ ഒരു കമ്പനിയുടെ ലാൻഡ് അല്ലെങ്കിൽ ബിൽഡിങ്ങിൽ നിന്നും ആ കമ്പനിക്ക് എന്തെങ്കിലും ഒരു ഏർണിങ്സ് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. സോ നോർമലി റിയൽ എസ്റ്റേറ്റ്സുകളൊക്കെയാണ് ഈ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത്. അതിനെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി എന്നുള്ളതിൻ്റെ അണ്ടറിലാണ് കാണിക്കുന്നത്. ദെൻ